ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ നവ്യ ചെവി അറിയാതെ AN ജ്വല്ലറിക്കകത്ത് വിരകി നടക്കുകയാണ്. അവിടുത്തെ രഹസ്യങ്ങളും അവിടുത്തെ എല്ലാം ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വഴിയിലൂടെയാണോ അവർ മൂർത്തീസ് ജ്വല്ലറി തകർക്കാൻ പ്ലാൻ ചെയ്യുന്നത് അത് മുഴുവനും കൈക്കലാക്കി ഒരു മുഴം മുന്നേ എറിഞ്ഞ് അതെല്ലാം ആദർശിൻ്റെ കൈകളിലേക്ക് എത്തിച്ച് എല്ലാം നല്ല പവർഫുള്ളായിട്ട് നമ്മുടെ നവ്യ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും അറിയാതെ പൊട്ടന്മാർ AN ജ്വല്ലറിക്കാരെല്ലാ കാര്യങ്ങളും നവ്യയായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഭയങ്കര പ്രതീക്ഷകളോടുകൂടിയൊക്കെ നിൽക്കുന്നു. നമ്മുടെ അനിയാണെങ്കിൽ അവരുടെ ആ ഒരു വലിയ ഇതിന് ചെല്ലില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇവർക്ക് വന്നതോടുകൂടി ഇവർക്ക് പിന്നെ എതിരാളികളില്ല എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസോടുകൂടി ഇവർ മുന്നോട്ട് പോവുക. ദൈവത്തെയൊക്കെ മറന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെയിൻ സിറ്റുവേഷൻ. അങ്ങനെ നവ്യ കിട്ടാവുന്ന രഹസ്യങ്ങളും അവരുടെ കൊട്ടേഷനും കാര്യങ്ങളും എല്ലാം ചോർത്തിയെടുത്ത് കൂട്ടുകാരിക്ക് കൊടുത്തു. കൂട്ടുകാരി അത് നമ്മുടെ ആദർശിന് കൊടുത്തു. ആദർശ് അതെല്ലാം കൃത്യമായി അനിയെ വിളിച്ചിരുത്തി പറഞ്ഞു പഠിപ്പിച്ച് അനിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുവാണ്. അപ്പോൾ അനിയാണെങ്കിലും പോകാൻ ഭയങ്കരമായിട്ട് എല്ലാത്തിനും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെവി അറിയാതെ. ഈ സമയത്ത് അഭിയാണെന്നുണ്ടെങ്കിൽ ചെന്ന് നവ്യോട് പറയുവാണ്. അപ്പോൾ നവ്യ ചോദിച്ചു, എന്തായടാ കാര്യങ്ങൾ എന്തൊക്കെയായി, എല്ലാം ഓക്കെ ആയോ, നമ്മുടെ കമ്പനി തന്നെ വിജയിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവനെ സോപ്പിടുമ്പോഴത്തേക്കും ഇത്തവണ നമ്മുടെ കമ്പനി തന്നെ വിജയിക്കും നവ്യേ. കാരണം ഇവിടുത്തെ അവനുണ്ടല്ലോ അനിയെന്ന് പറയുന്നവൻ ഇത്തവണ ഈ ഒരു കോൺട്രാക്റ്റിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് പറഞ്ഞതെന്ന്. അത് കേട്ടപ്പോൾ നവ്യ ഒന്ന് ഞെട്ടി. കോൺട്രാക്റ്റിൽ പങ്കെടുക്കുന്നില്ലെന്നോ? അപ്പോൾ താൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയോ എന്ന് നവ്യ ഇങ്ങനെ ചിന്തിക്കാം. അനി പങ്കെടുക്കുന്നില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താണെന്ന് അറിയത്തില്ല, അവൻ പങ്കെടുക്കുന്നില്ലെന്ന് അവൻ പറഞ്ഞു എന്നാണ് അമ്മ പറഞ്ഞത്. മാത്രമല്ല അവന് ചിലപ്പോൾ മനസ്സിലായി കാണും എന്നോട് അല്ലെങ്കിൽ AN ജ്വല്ലറിയോട് ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ ജയിക്കില്ല എന്നുള്ളത്. അപ്പോൾ തോറ്റ് തുന്നൻ പാടാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്ന് മുത്തശ്ശനും പറഞ്ഞു എന്നാണ് അമ്മ പറഞ്ഞതെന്നുള്ള കാര്യവും അഭി ഇങ്ങനെ പറയും. അപ്പോൾ അത് നവ്യയ്ക്ക് ഭയങ്കര തിരിച്ചടി. അപ്പോൾ അതേ ഭയങ്കരമായിട്ട് വിഷമമായി നവ്യയ്ക്ക്. കാരണം താൻ അതുപോലെ ആഗ്രഹിച്ചതാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ വിജയം. അങ്ങനെ ഇരിക്കെ അനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒട്ടും ശരിയായില്ല എന്നുള്ളൊരിതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ കൂട്ടുകാരിയെ വിളിച്ചു, ആരും കേൾക്കാതെ. നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിടി, അങ്ങോട്ട് ആ ഒരു ഇതിന് അനി പോകുന്നില്ലെന്നാണ് പറഞ്ഞ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാരിയോട് പറയുമ്പം നീ ചുമ്മാ ടെൻഷൻ അടിക്കാതെ, ഒരു പക്ഷേ അവർ ആരെ അറിയിക്കാതെ അതീവ രഹസ്യമായിട്ട് പോകാനാണെങ്കിലോ, അങ്ങനെ നീ ഒന്ന് വിചാരിച്ച് നോക്കിക്കേ. നേരത്തെ ആദർശേട്ടൻ ആ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയപ്പോഴാണല്ലോ അദ്ദേഹത്തെ ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. അങ്ങനെ ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഇനിയും അതുപോലെ എന്തെങ്കിലും സംഭവിച്ചുകൂടാഴുകയില്ല എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഇതുപോലെ അവർക്ക് തിരിച്ചു കയറാൻ പറ്റിയ ഒരു അവസരം അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരൊരിക്കലും അത് വേണ്ടെന്ന് വെക്കില്ല നവ്യെ. നീ ധൈര്യമായിട്ടിരിക്കുക, നിൻ്റെ കഷ്ടപ്പാടിനും നിൻ്റെ ആഗ്രഹങ്ങൾക്കും ഒക്കെ ഫലം കാണുമെന്നും കൂട്ടുകാരി നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മാളവികയുടെ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം കിട്ടാനുണ്ട്. അതെല്ലാം ഞാൻ വളരെ കൃത്യമായി നിനക്ക് ഇട്ട് തരികയും ചെയ്യും. നീ അത് ആദർശേട്ടന് കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് അതിൽ മേലെയുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്യുന്നത് ഉള്ള ആ ഒരു ഇത് പറയുകയും വേണം എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ നമ്മളത് പറഞ്ഞില്ലെങ്കിലും മാളവിക അതെന്തായാലും ആ ഡിസൈൻ അവിടെ കാണിക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, നമുക്ക് എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് കിട്ടണം. അത് കിട്ടിയേ പറ്റുള്ളൂ. അത് ആരു വഴി ഏതൊക്കെ രീതിയിൽ വന്നാലും സാരമില്ല എന്നും നവ്യ പറയാം. തോറ്റെടുത്ത് നിന്ന് മൂർത്തി മുത്തശ്ശനും കുടുംബവും രക്ഷപ്പെടണം നവ്യെ. കൂട്ടുകാരിയോട് പറയാം നവ്യ. അപ്പം നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ റെഡിയാകും, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് കൂട്ടുകാരി നവ്യ ഇങ്ങനെ സമാധാനിപ്പിക്കുക. അങ്ങനെ കൂട്ടുകാരിയുമായി സംസാരിച്ചതിന് ശേഷം നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത്. അഭി അങ്ങോട്ടേക്ക് വന്നപ്പോൾ നീ ആരെയാണ് ഫോണിൽ വിളിച്ചതെന്ന് ചോദിച്ചു. അത് എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചതാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അല്ല, നമ്മുടെ AN ജ്വല്ലറിയുടെ വിജയത്തെപ്പറ്റി ഞാൻ അവളോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് ഇനി നമ്മൾ പറയാതെ തന്നെ ലോകമെമ്പാടും അറിയാൻ പോവുമല്ലേ നവ്യേ. നമ്മൾ രക്ഷപ്പെട്ടു നവ്യേ, നമ്മൾ നമ്പർ 1 ആയി. ഇനി ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറി നമ്മുടെ 7 അയലത്ത് പോലും വരില്ല. ഇപ്പം തന്നെ 4ാം സ്ഥാനത്ത് ആണല്ലോ. ഇനി അതിങ്ങനെ ഊപ്പ് കുത്തുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാം. അതെ, അത് തന്നെ എൻ്റെ ആഗ്രഹം. നീ ഇവരുടെയൊക്കെ മുന്നിൽ ജയിച്ച് കയറി വരുന്നത് എനിക്ക് കാണണം. ഇവരുടെ എല്ലാം മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അത് നടക്കും നവ്യേ, നിൻ്റെ ആഗ്രഹം നടന്നിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞ് ആ ഒരു രീതിയിൽ പറയുക. അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവനങ്ങ് പോയി കഴിയുമ്പോൾ തുടങ്ങിയടാ നിൻ്റെ നാശം, നിൻ്റെ അവസാനം തുടങ്ങിയെന്നും
ആനന്ദപുരിയിലെ കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണെന്ന കാര്യവും നവ്യ അവിടെ നിന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം അഭി അങ്ങ് പോയി. നവ്യ മനസ്സിലിതും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് അനി ഒരു ഇതിന് പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനാണ് മുത്തശ്ശന്. അപ്പോൾ മുത്തശ്ശന് ഭയങ്കര ടെൻഷനാകട്ടോ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ ഒരുപാട് നാളൊന്നും മുത്തശ്ശന് നയനയെ പിരിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ആദർശനെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക, അവരോട് എന്തെങ്കിലും സത്യം പറയണോ, തൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം അത് മാറ്റണോ. കാരണം നയനമോൾക്ക് മുത്തശ്ശൻ്റെ സ്നേഹം വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് മുത്തശ്ശനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് എങ്ങനെയെങ്കിലും നയനയോടെങ്കിലും ഒന്ന് സത്യം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇങ്ങനെ ആലോചനയായിട്ടിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ലടോ, ഞാൻ അനിയുടെ കാര്യം ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പോൾ അനി പോകുന്നതിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്കും ടെൻഷനുണ്ട്. ഇദ്ദേഹം ഒന്നും പറയുന്നുമില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല, അനി എന്താ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പം നമ്മളിനി അതിലൊന്നും പറയേണ്ട കാര്യമില്ല, അതിലാരും ഇടപെടേണ്ട കാര്യമില്ല. അവർ ചേട്ടനും അനിയനും കൂടി എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഫലം അന്നേ ദിവസം അവിടെ കാണാൻ കഴിയുമെന്ന കാര്യങ്ങളും പറയുക. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് അനിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു. ഇതേസമയം ആ പോകുന്നതിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം വന്നു. അപ്പം മകൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി നമ്മുടെ ജലജ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ മകനാണെ സൂട്ടും കോട്ടും ഇട്ട് അച്ഛൻ്റെ അടുത്തേക്കും പോയി. അവിടെ ചെന്ന് അച്ഛനുമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ സംസാരം. അച്ഛനാണെങ്കിൽ സർവ്വ ആശീർവാദങ്ങളും കൊടുത്ത് മകനെ പറഞ്ഞു വിടാൻ നോക്കാം. വിജയശ്രീ ലാളിതനായി തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞു. പെങ്ങളും ഉണ്ട് കൂട്ടത്തിൽ. അഭിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാണെന്നും അഭിയേട്ടൻ പോയി ഈ ഒരു നേട്ടം കൊയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിയേട്ടന് മുകളിൽ മറ്റാരും ഉണ്ടാകില്ല എന്നൊക്കെ അവന്തിക പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവന്തികയുടെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ വരുവടി മോളെ, നീ നോക്കിക്കോ, ഇനി നമ്മുടെ AN ജ്വല്ലറി താഴോട്ട് പോകില്ല, ഉയർച്ചയായിരിക്കും എന്നും പറഞ്ഞു. കാലെടുത്ത് വെച്ചത് AN ജ്വല്ലറി മുടിഞ്ഞു എന്നുള്ളത് അബിക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അബി കാലെടുത്ത് വെച്ചത് AN ജ്വല്ലറി മുടിഞ്ഞു മുദ്ര കുത്തി. അപ്പോൾ പുറകെ നിന്ന് പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ജയിച്ചേ വരുള്ളൂ, വിജയശ്രീ ലാളിതനായിട്ട് വരും, എൻ്റെ അച്ഛൻ്റെ അഭിമാനം ഞാൻ കാക്കും, നമ്മുടെ കമ്പനിയുടെ യശസ് ഞാൻ ഉയർത്തും. ഭയങ്കര ഡയലോഗാണ്. അങ്ങനെയൊക്കെ വലിയ ഡയലോഗുകളൊക്കെ ഇറക്കി അച്ഛനെയും പെങ്ങളെയും ഒക്കെ സോപ്പിട്ട് കുപ്പിയിലാക്കി പോവുകയാണ്. ഈ സമയത്ത് മകൾക്കൊരു ടെൻഷൻ, ഏട്ടനാണ് പോകുന്നത്, അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് അറിയില്ല. അഭിയേട്ടൻ പോകുന്നത് കൊണ്ട് അതിൽ കുഴപ്പമുണ്ടോ അച്ഛാന്ന് അവൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം വരാൻ, അല്ല അഭിയേട്ടനല്ലേ പോകുന്നതെന്ന് ചോദിക്കാം. അവൻ നല്ല ഒന്നാന്തരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും, ആ ഒരു ഡീല് നമുക്കായി അവൻ ഉറപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യും, മോള് നോക്കിക്കോ. പിന്നെയും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ആരെങ്കിലും പങ്കെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ല, നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നാഗേന്ദ്രൻ മകൾക്ക് പറയുവാണ്. അങ്ങനെ അച്ഛനും മോളും കൂടെ വലിയ സ്വപ്നമൊക്കെ കാണുക, കോടികളുടെ ബിസിനസ്സുമായിട്ട് മകൻ തിരിച്ചു വരുന്നതും നോക്കി. അങ്ങനെ അവൻ അവിടെ നിന്ന് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് പോയി. അമ്മയാണെങ്കിൽ മക്കൾ വെറുത്തതും മക്കൾക്ക് വേണ്ടാത്തതറിയാതെ അമ്പലത്തിൽ പോയി തലങ്ങും വിലങ്ങും കിടന്ന് പ്രാർത്ഥനയും കാര്യങ്ങളാണ്, മകൻ ജയിക്കണേ എന്നും പറഞ്ഞ്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മുടെ അനി ഒരുങ്ങി സൂട്ടും കോട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരക്കുട്ടനായിട്ട് അങ്ങ് ഇറങ്ങി വന്നു. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുവാണ്. അങ്ങനെ അനി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ ഇങ്ങനെ നോക്കി, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം റെഡിയാണ് മുത്തശ്ശ, എല്ലാ കാര്യങ്ങളും ആദർശേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, ആദർശേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നു, നിനക്കെന്താ സ്വന്തമായിട്ടൊരു കഴിവോ കാര്യങ്ങളൊന്നും ഇല്ലേ, നിനക്കൊരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങാനൊന്നുമുള്ളൊരു ഇതില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയല്ല മുത്തശ്ശ, എത്രയൊക്കെ എനിക്ക് ബുദ്ധിയും കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എന്നും ആദർശേട്ടൻ്റെ പിറകിൽ നിൽക്കാനേ ആഗ്രഹിക്കുള്ളൂ. എൻ്റെ മുന്നിൽ ആദർശേട്ടൻ തന്നെ ഉണ്ടാകണമെന്ന് അനി പറയണം. നല്ലൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്നും പറഞ്ഞു മുത്തശ്ശനൊരു താക്കീതും കൂടി. അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ട് വരാം മുത്തശ്ശ എന്ന് പറഞ്ഞു. പോയിട്ട് വാ എന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു, മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചു, പോയി വിജയിച്ച് വരാനൊക്കെ പറയും. ഇങ്ങനെ മുത്തശ്ശൻ കുറേ ഉപദേശങ്ങൾ വന്നിട്ട് കൊടുത്തു. വളരെ സൂക്ഷിക്കണം, വളരെ കെയർഫുള്ളായിരിക്കണം, ചതികൾ പല വഴിക്കും വരും, അതിലൊന്നും ചെന്ന് പെട്ടേക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല മുത്തശ്ശ, അത്രയ്ക്ക് പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നീക്കിയിരിക്കുന്നതെന്ന കാര്യവും പറയുക. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ അതായത് ഇവരുടെ കൊട്ടേഷനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. AN ജ്വല്ലറിയേക്കാളും കുറഞ്ഞ കൊട്ടേഷനിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അനുഗ്രഹിച്ചു. അങ്ങനെ അനി അവിടുന്ന് പോവുകയാണ്. അനി അങ്ങനെ പോയിട്ട് നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നയനയും ആദർശും അനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അനി ചെന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഓടി ഇറങ്ങി വന്നു കേട്ടോ.
ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അനി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇപ്പം നിന്നെ കണ്ടാലേ ശരിക്കും മൂർത്തി ജ്വല്ലറിയുടെ MD തന്നെയാടാ, അതിൽ യാതൊരു ഇതുമില്ല, എന്നെക്കാളും പവറായി നീ എന്നൊക്കെ പറയുമ്പം എൻ്റെ ആദർശേട്ടൻ്റെ മുകളിലുള്ള ഒരു പവറും എനിക്ക് ആവശ്യമില്ല എന്ന് അനി പറയാം. ഇപ്പോൾ ഈ സൂട്ടും കോട്ടും ഈ യാത്രയും അല്ലെങ്കിൽ ഈ ഒരു ഡീല് തന്നെ എൻ്റെ ആദർശേട്ടൻ്റെ ഔദാര്യമാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഔദാര്യമാകുന്നത്? ഈ രീതിയിലൊന്നും മേലിൽ സംസാരിച്ചു പോയേക്കരുതെന്ന് പറഞ്ഞു. ഇല്ല ആദർശേട്ടാ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് വരാം, എന്നെ അനുഗ്രഹിക്കണം ആദർശേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നിങ്ങനെ അനി പറയുമ്പം എന്നിട്ട് കാലേ തൊട്ടു. എൻ്റെ അനുഗ്രഹം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഇല്ലേ, നിൻ്റെ ഏതൊരാവശ്യത്തിനും ഏട്ടൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്, എല്ലാം വളരെ ഭംഗിയായി അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ അവിടെയുള്ള അവരെ കുപ്പിയിലാക്കണം എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചു, ഉപദേശങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. നയനയുടെ അനുഗ്രഹങ്ങളും മേടിച്ചു. അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നവ്യ AN ജ്വല്ലറിയിൽ തന്നെയുണ്ട്, പക്ഷേ ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. അവിടെ ഡീലിൻ്റെ എല്ലാ ആൾക്കാരും എത്തി. അതുപോലെ വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ഇത് തന്നെ, ഒരു സദസ്സ് തന്നെയുണ്ട് അവിടേക്ക് അബി കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് കയറിയിരിക്കുന്നു. അവർ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഭയങ്കര പാർട്ടിസിപ്പേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവർ ഓരോന്നൊക്കെ പറഞ്ഞ് വന്നവരെ മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കൊട്ടേഷനും കൂടി ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. കൊട്ടേഷനോ? ഇനി ഏത് കൊട്ടേഷൻ? ഞങ്ങൾക്ക് മേലൊരു കൊട്ടേഷൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പം, അല്ല, നിങ്ങൾ കൊട്ടേഷൻ തന്നതിനേക്കാളും കുറഞ്ഞ ഇതിൽ വേറൊരാൾ കൊട്ടേഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡൊക്കെ ഞെട്ടി. വേറെ ആളെ തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ മൂർത്തീസ് ജ്വല്ലറി ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി നല്ല മാസ് എൻട്രി ആയിരുന്നു. അനിയുടെ എൻട്രി കണ്ടപ്പോഴത്തേക്ക് അബിയൊക്കെ കണ്ണും മിഴിച്ച് ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഡേവിഡും. ഇവർ ചുമ്മാ ഇരിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ അനി നല്ല സ്റ്റൈലിഷ് ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. നല്ല കിടുക്കാച്ചിയായിട്ട് അവരുടെ മുന്നിൽ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തു. നല്ല സൂപ്പറായിട്ട് സംസാരിച്ചു. അബിയൊക്കെ കണ്ടം വഴി ഓടേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ അനി കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ അനി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരോട് ഭയങ്കര ഭംഗിയായി സംസാരിച്ച് എല്ലാം ആദർശ് പറഞ്ഞു കൊടുത്തതിൽ നിന്നൊരു വള്ളി പുള്ളി തെറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു. അവസാനം ആ ഒരു കോടികളുടെ ബിസിനസ് അത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് സ്വന്തം. അനി അതിൽ സൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ബിസിനസ്സിൽ നമ്മുടെ അനി ഒപ്പുവെക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് അറ്റാക്ക് വന്നിങ്ങനെ ഇരിക്കുവാണ്. അച്ഛനും മോളും അവിടെ വിവരങ്ങൾ അറിയാഞ്ഞിട്ട് ഇങ്ങനെ മുള്ളയിൽ നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ നവ്യയും AN ജ്വല്ലറിയിൽ കിടന്ന് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ഈ സമയത്ത് മാളവികയാണെങ്കിൽ ആദർശിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായി സാർ, എന്തായി സാർ എന്ന് മാളവികയും ചോദിക്കുന്നുണ്ട്. മാളവികയും ടെൻഷൻ കൂടുതലാണ്, കാരണം എന്താകുമെന്ന് മാളവികയ്ക്കും അറിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും ആകാംക്ഷഭരിതരായിരിക്കുമ്പോൾ നമ്മുടെ അനിതേ വിജയശ്രീ ലാളിതനായി തിരിച്ചിറങ്ങുന്നു. ഈ ന്യൂസ് ചങ്കു പിളരുന്ന വേദനയോടെ അബിയും ഡേവിഡും കൂടി നാഗേന്ദ്രനെ വിളിച്ചു പറയാം. ആ ഡീല് നഷ്ടപ്പെട്ടോ എന്നും ചോദിച്ചുകൊണ്ട് അറ്റാക്ക് വന്നതേ കിടക്കുന്നു നമ്മുടെ നാഗേന്ദ്രൻ. അപ്പോഴത്തേക്ക് മകൾ അപ്പുറം ഇരിക്കുമായിരുന്നു. മകളും ഇത് കേട്ട്, അച്ഛൻ എന്താ അച്ഛാന്ന് ചോദിച്ചു. ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടു മോളെ എന്ന് പറഞ്ഞു. പിന്നെ അബിയെയും ഡേവിഡിനെയും അവിടെ എന്നാ പറയുന്നത്, നാവ് കൊണ്ട് കൊന്നു അയാൾ. അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിക്കാണ് കിട്ടിയതെന്ന് കേട്ടപ്പോഴത്തേക്ക് അയാൾക്ക് ഇരട്ടിക്കാലി. നീക്ക് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്കാണ് കിട്ടിയതെന്ന് മുത്തശ്ശൻ എല്ലാവരും പറഞ്ഞു. പിന്നെ അവിടെ ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു. തന്നെയല്ല, ഒരു വിജയത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിരുന്നേ. മുത്തശ്ശൻ, മുത്തശ്ശി, ദേവയാനി, ജയൻ, അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുക. അതുപോലെ തന്നെ നയന, ആദർശ്, നന്ദു, കനക, ഗോവിന്ദൻ, എല്ലാവരും അങ്ങനെ അനി ജയിച്ചതിൻ്റെ ആ ഒരു ഇതിലാണ്. പക്ഷേ ഇതിനെല്ലാം വേണ്ടി കഷ്ടപ്പെട്ടത് നവ്യയാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഇതറിഞ്ഞ സമയം നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. നവ്യയുടെ കഷ്ടപ്പാടിന് ഫലം കണ്ടു. തൻ്റെ മൂർത്തീസ് ജ്വല്ലറി അല്ലെങ്കിൽ തൻ്റെ അനന്തപുരി, തൻ്റെ മൂർത്തി മുത്തശ്ശൻ, അങ്ങനെ എല്ലാവരും വിജയിച്ചു എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ തുടങ്ങിയടാ നിൻ്റെ അവസാനം എന്ന് മനസ്സുകൊണ്ട് നമ്മുടെ നവ്യ പറയുക. ഇനി നിന്നെ ഞാൻ മുകളിലോട്ട് കയറ്റി വിടില്ലടാ എന്നും അബിയോട് പറയുന്നതായിട്ട് മനസ്സിൽ നമ്മുടെ നവ്യ പറയുക കേട്ടോ. കാരണം നവ്യയുടെ ഉള്ളിലെ പക മുഴുവൻ ആ ഒരു സെക്കൻഡുകൾ കൊണ്ട് നവ്യ പറഞ്ഞ് അല്ലെങ്കിൽ ആ മുഖത്ത് പ്രകടിപ്പിച്ച് തീർക്കുകയാണ് ഈ AN ജ്വല്ലറിയിൽ നിന്നുകൊണ്ട്. എന്നിട്ട് അവരുടെ മുന്നിൽ തോറ്റതിൻ്റെ ആ ഒരു സങ്കടം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ അനി ചെന്ന് കഴിഞ്ഞപ്പോൾ അനിക്ക് പിന്നെ സ്വീകരണം. അനിയെ എല്ലാവരും അങ്ങോട്ട് എടുത്ത് പൊക്കി, എന്നാ പറയുന്നത്, അനി പോലും പ്രതീക്ഷിക്കാത്തൊരു സ്വീകരണം അനിക്ക്. അങ്ങനെ ആ ഒരു വലിയ നേട്ടം കൊയ്ത് നമ്മുടെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നു. ഇനി അനന്തപുരി പഴയ പ്രതാപത്തിലേക്ക് വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ്.
AN ജ്വല്ലറി മുടിഞ്ഞു മുദ്ര കുത്തുകയും ചെയ്തു അഭി കാലെടുത്ത് വെച്ചതോടെ. മകനും അതുപോലെ ഡേവിഡും കൂടി നേരെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ വെച്ചേക്കുവോ 2 എണ്ണത്തിന് എടുത്തിട്ട് കൊടയുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛാ, ഏട്ടനാണ് പോകുന്നത്, സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാന്ന് ചോദിക്കുമ്പോൾ നീ എന്താ അവന്തിക ഇങ്ങനെ പറയുന്നത്? അവൻ വരുന്നില്ല എന്നവൻ എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവൻ ആ സമയത്ത് കയറി വന്നതാണ് പ്രശ്നമായത്. അതും നമ്മൾ കൊടുത്തതിനേക്കാളും താഴ്ത്തിയാണ് കൊട്ടേഷൻ പോലും കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ എന്താ ഞാൻ ചെയ്യാൻ, എൻ്റെ ഭാഗത്ത് എന്താ തെറ്റെന്നൊക്കെ അഭി ചോദിക്കുമ്പോൾ അവർ വെറുതെ ഇരിക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ, എല്ലാം മുൻകൂട്ടി കാണാനുള്ളൊരു ഇത് നമ്മൾ കാണിക്കണമായിരുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അഭിമോൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെന്ന് മാത്രം സാറ് പറയരുതെന്ന് ഡേവിഡ് പറയാം. അപ്പോൾ താൻ മിണ്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ഡേവിഡിനോട് ഒച്ച വെച്ചു ഈ നാഗേന്ദ്രൻ. എന്തായാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി പോയെന്നും ഈ ഒരു ഡീല് നമുക്കായിരുന്നെങ്കിൽ നമ്മളുടെ കയറ്റം എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റില്ലായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ കിടന്ന് ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ കിടന്ന് തല പുകഞ്ഞ് കിടന്ന് വെപ്രാളം കൂട്ടിക്കൊണ്ടിരിക്കുക. അബിയെ കുറ്റം പറഞ്ഞു. ആ സമയത്ത് അബിയാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമയൊക്കെ ചോദിച്ചു, താ മനഃപൂർവ്വം അല്ല അച്ഛാ, അങ്ങനെയാച്ചാ ഇങ്ങനെയാച്ചാ, അങ്ങനെ വന്നാച്ചാ ഇങ്ങനെ വന്നാച്ചാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അച്ഛൻ കേൾക്കുമോ? അച്ഛൻ്റെ കാശും കൊണ്ടേ കളഞ്ഞു. അച്ഛനെ താഴേക്ക് കൊണ്ടുവരുന്ന മകൻ ആ ഒരു ഇതിലേക്കായി. പിന്നെ അബിക്ക് വീണ്ടും സങ്കടവും നിരാശയും ഒക്കെ. ഈ സമയത്ത് നമ്മുടെ നവ്യ തുള്ളിച്ചാടും. ആരും അറിയാതെ പടക്കം പൊട്ടിക്കാനും കേക്ക് മുറിക്കാനൊക്കെ നമ്മുടെ നവ്യയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നവ്യയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നവ്യ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ AN ജ്വല്ലറിയിലേക്ക് എത്തിയപ്പോൾ എന്തായി, ഡീലിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ആകാംക്ഷയായിട്ട് ഒന്നും അറിയാത്തതുപോലെ നവ്യ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നീ എന്ത് ഈ പറയുന്ന ഡീല് നഷ്ടപ്പെട്ടെന്നൊന്നും ചോദിച്ചുകൊണ്ട് നവ്യ കടന്ന് അഭിനയിച്ച് തകർക്കുകയാണ്. അപ്പോൾ അതേ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു, നമ്മളെക്കാളും കുറഞ്ഞ ഇതിൽ കൊട്ടേഷൻ കൊടുത്തു, അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറയുമ്പോൾ അവൻ്റെ മുന്നിൽ നീ ഇങ്ങനെ തോറ്റു പോയല്ലോ അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇവനോട് ഭയങ്കര സ്നേഹപ്രകടനം. ഈ പൊട്ടനാണെങ്കിൽ അതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ അതേ അവൻ വീണ്ടും എന്നെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അവൻ വരുമെന്ന് കുറച്ചെങ്കിലും നീ മനസ്സിൽ വിചാരിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയും കിടന്ന് നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു ചോദ്യചിഹ്നം, ഇനി AN ജ്വല്ലറിയിൽ വേണോ എന്നുള്ളൊരിത്. ഈ സമയത്ത് അഭിയേട്ടനെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല അച്ഛാ, അഭിയേട്ടൻ ഇതിനൊന്നുമുള്ളൊരു തകൃതി ഇല്ല എന്ന് അവന്തിക അച്ഛനോട് അങ്ങ് പറഞ്ഞും വെച്ചു. ഇനി അയാൾ അത്രത്തോളം കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയുള്ളൂ. ഭയങ്കര കോൺഫിഡൻസും ആത്മവിശ്വാസവും കൂടുതലായിരുന്നല്ലോ അഭിക്ക്. അങ്ങനെ മകൻ്റെ കാര്യത്തിന് തീരുമാനമായി. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു സംഭവം കൂടെ അറിഞ്ഞതോടുകൂടി നമ്മുടെ മുത്തശ്ശന് ആദർശിനെയും അല്ലെങ്കിൽ നയനിയെയും അകറ്റി നിർത്തുന്നതിലുള്ള ആ ഒരു വെപ്രാളം അല്ലെങ്കിൽ ആ ഒരു വേദന കൂടിക്കൂടി വരിക. അദ്ദേഹത്തിന് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കണം. ഇനിയും ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുമെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം സ്വയം ഇങ്ങനെ അത് നയനയോട് പറഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക. നയനമോളോട് പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ ചെവി അറിയാതെ ഇരിക്കുകയുള്ളൂ. അത് മാത്രമല്ല തൻ്റെ ഉള്ളിലെ ആ ഒരു വിങ്ങൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം അത് മാറുകയുള്ളൂ. അതെല്ലാം മുത്തശ്ശൻ മനസ്സിലാക്കി. എന്നിട്ട് മുത്തശ്ശൻ ആരും അറിയാതെ നയനയ്ക്ക് മെസ്സേജ് അയക്കാട്ടോ, അടുത്ത ദിവസം മോള് കുടുംബക്ഷേത്രത്തിൽ മൂലസ്ഥാനത്ത് വരണമെന്നും അവിടെ മുത്തശ്ശൻ വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നയന ഇങ്ങനെ അവിടെ ഇരുന്ന് ചുമ്മാ ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശൻ്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ്. മുത്തശ്ശൻ്റെ ഫോണിൽ നിന്നാണല്ലോ മെസ്സേജ്, ഇതെന്താ മുത്തശ്ശൻ എനിക്ക് മെസ്സേജ് അയച്ചേ എന്നൊക്കെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നമ്മുടെ നയനെ എടുത്ത് നോക്കുന്നു. നയനെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ എഴുതിയേക്കാണ്, മോള് അടുത്ത ദിവസം കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്ത് വരണമെന്നും ആദർശം ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്നും മോള് തനിച്ചു വേണം വരാനെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഒരു മെസ്സേജ് അയച്ചേക്കും. അപ്പോൾ മുത്തശ്ശൻ്റെ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി. മുത്തശ്ശൻ എന്തിനായിരിക്കും അങ്ങനെ ഒരു മെസ്സേജ് അയച്ചേ? മുത്തശ്ശൻ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയമൊക്കെ ശരിയായിരുന്നോ? മുത്തശ്ശൻ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നോ എന്നൊക്കെ നയന ഇങ്ങനെ ഒരു നിമിഷം മനസ്സിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്തായാലും മുത്തശ്ശനെ കാണാൻ പോവുകയാണല്ലോ. അപ്പോൾ മുത്തശ്ശനെ കണ്ടു കഴിയുമ്പം എന്താണ് യഥാർത്ഥ സത്യം എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നയനെ ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി മുത്തശ്ശനെ കാണാനൊക്കെ ആയിട്ട് പോകാൻ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ നവ്യയോടുള്ള ആ ഒരു എന്നാ പറയുന്ന അനന്തപുരിയുടെ കടപ്പാട് അത് കൂടിക്കൂടി വരാനുള്ള വഴികളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. നവ്യാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയില്ല. ഇതൊക്കെ അറിഞ്ഞ് കഴിയുമ്പോൾ നവ്യയോടുള്ള കടപ്പാട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും അനന്തപുരിക്കും, അല്ലെങ്കിൽ അനന്തപുരിക്കാർക്കും, മൂർത്തി മുത്തശ്ശന്, നയനയ്ക്ക്, ദേവയാനിക്ക്, എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളും ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ.
എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എപ്പിസോഡുകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി സാറ്റർഡേ.